ദശകം 14 ശ്ലോക 7. സഹ പുനഃ ത്വത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പദേഷു ദേവഹൂത്യാ. സഹ അങ്ങനെ കർദമമുനി പുനഃ പിന്നീട് ത്വത് ഭഗവാന്റെ തിരുവടിയെ ഉപാസത തപസ് ചെയ്തുകൊണ്ട് പ്രഭാവ തപോബലം കൊണ്ട് ദയിത പ്രിയതമയുടെ കാമകൃതെ ഇഷ്ടത്തിനായിട്ട് കൃതേ സങ്കൽപ്പത്താൽ വിമാനെ ഒരു വിമാനം സൃഷ്ടിക്കുകയും വനിത ശുശ്രൂഷിക്കാൻ നാരികളെ കൊണ്ട് ആ കുല കൂട്ടത്തെയും സങ്കുലക ഏർപ്പെടുത്തുകയും നവാത്മ 9 ശരീരം കൈക്കൊണ്ട് വ്യഹരത് ക്രീഡാസക്തനായി ജീവിക്കുകയും ദേവപദേശു ദിവ്യഭൂമികളിൽ ദേവഹൂതിയോടുകൂടി. അതായത് ഈ ദശകത്തിൽ നമ്മൾ ഭഗവാനായ കപിലാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ ശ്ലോകത്തിൽ അങ്ങനെ ദേവഹൂതി എന്ന ആ ഒരു ദിവ്യ പത്നി കന്യകയെ പത്നിയാക്കുകയും അങ്ങനെ ആ കർദമ മുനി പിന്നീട് ഭഗവാനെ തപസ് ചെയ്ത് മനസ്സ് കൊണ്ട് സമർപ്പണം ചെയ്യുകയും അങ്ങനെ തൻ്റെ തപോബലം കൊണ്ട് ആ ദേവഹൂതി എന്ന തൻ്റെ പത്നിക്ക് വേണ്ടി ഒരു സങ്കല്പത്തിൽ ഒരു വിമാനത്തെ സൃഷ്ടിക്കുകയും അതുമാത്രമല്ല ദേവഹൂതിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഒരു നാരിക കൂട്ടത്തെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്രകാരം ഏർപ്പെടുത്തിക്കൊണ്ട് 9 ശരീരം കൈക്കൊള്ളുകയും അങ്ങനെ ദേവഹൂതിയോടൊപ്പം ക്രീഡാസക്തനായി ജീവിക്കുകയും ആ ദേവകൂടിയോടുകൂടി ദിവ്യഭൂമികളിൽ സന്ദർശിക്കുകയും ചെയ്തു കർദമ മുനി. ശതവർഷമതവ്യതീത്യ ന പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പഥേഷു ദേവഹൂത്യാ. താങ്ക് യു.